ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിപണിയിൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ ഇന്ന് വിപണിയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയിൽ നിന്ന് ആരംഭിക്കാം. ഇറാൻ്റെ ആണവ പരിപാടി നിർത്തിവെക്കുകയും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയും ചെയ്യുന്ന ഒരു കരാർ വേഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ അമേരിക്ക പുതിയ ആക്രമണം താൽക്കാലികമായി നടത്തില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഏതായാലും ഇതോടുകൂടി ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഓയിൽ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കനത്ത ഇടിവിലാണ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഉള്ളത്. ബ്രന്റ് ക്രൂഡ് 4% ഇടിവിൽ $84 ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇറാനെതിരെയുള്ള പുതിയ ആക്രമണം നടത്താനുള്ള പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയതാണ് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇത്രയധികം ഇടിയാൻ കാരണമായത്. വെള്ളിയാഴ്ച US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 0.67% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.54% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.89% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് സമാനമായി 0.87% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രത്യേകിച്ച് RBIയുടെ മോണിറ്ററി പോളിസിയും നിരവധി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകളും FIIസിൻ്റെ ഒരു ഇൻഫ്ലോയിനെ കുറിച്ചുള്ള ആശങ്കകളുമൊക്കെ നിലനിൽക്കുന്ന ഒരാഴ്ച തന്നെയാണ്. ഏതായാലും ഇന്ന് ഈ ഒരാഴ്ച ആരംഭിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,575 എന്ന നിലയിൽ 127 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 120 പോയിന്റ്സിൻ്റെയൊക്കെ നല്ലൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണുള്ളത്. കൂടാതെ മിന്നൽ പ്രളയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെയേറെ കോഷ്യസ് ആയിരിക്കുക. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ വരാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വാർത്തയിലേക്ക് വരാം. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. 5-ാം തീയതിയാണ് പ്രഖ്യാപനം വരിക. RBI റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും പ്രതീക്ഷിക്കുന്നത് റിപ്പോ റേറ്റ് നിലവിലെ 5.25% തന്നെ നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 2027 പണപ്പെരുപ്പ പ്രവചനം 5.1% തുടരും എന്ന് തന്നെയാണ്. എന്നാൽ GDP വളർച്ചാ പ്രവചനം 6.6% നിന്ന് ഉയർത്താനുള്ള ഒരു സാധ്യതയും വിദഗ്ധർ കാണുന്നുണ്ട്. ഇപ്പോൾ RBI നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ, എൽ നീനോ മൂലം ഭക്ഷ്യവില ഉയരാനുള്ള ഒരു സാധ്യത, ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് RBI കാണുന്നത്. ഇനി റിപ്പോ നിരക്കിൽ മാറ്റം വന്നില്ല എങ്കിൽ അത് വിപണിയെ എത്തരത്തിലാണ് ബാധിക്കുക എന്ന് നോക്കാം. വിപണിക്ക് പൊതുവെ അത് അനുകൂലമാണ്. കാരണം വായ്പാ ചെലവിൽ ഉടൻ മാറ്റം ഉണ്ടാവുകയില്ല. എന്നാൽ RBIയുടെ പ്രസ്താവനയിൽ പണപ്പെരുപ്പവും എണ്ണവിലയും സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള മുന്നറിയിപ്പുകളും കൂടാതെ ഒരു കോഷ്യസ് അപ്രോച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിപണിയെ ബാധിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും റിപ്പോ നിരക്ക് എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് ബുധനാഴ്ച വരെ കാത്തിരിക്കാം. അടുത്തതായി കേന്ദ്രമന്ത്രിസഭ 84,084 കോടി രൂപ ചെലവിൽ ആഴക്കടൽ എണ്ണവാതക പര്യവേഷണ പദ്ധതിക്ക് അംഗീകാരം നൽകി. രാജ്യത്തെ ആഭ്യന്തര എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രിസഭ 84,084 കോടി രൂപ ചെലവിൽ സമുദ്രമന്ഥൻ നാഷണൽ ഓഫ്ഷോർ പദ്ധതിയുടെ കാലാവധി 2031 വരെ ആയിരിക്കും. 60 ആഴക്കടൽ പര്യവേഷണ കിണറുകൾക്ക് സർക്കാർ പ്രോത്സാഹന സഹായം നൽകും. ഡ്രില്ലിംഗ് ചെലവിൻ്റെ 50% വരെ അല്ലെങ്കിൽ ഒരു കിണറിന് പരമാവധി 675 കോടി രൂപ വരെ സർക്കാർ ധനസഹായം നൽകും. ആകെ 43,200 കോടി രൂപയുടെ ഓഫ്ഷോർ പര്യവേഷണത്തിനും ഡ്രില്ലിംഗ് പിന്തുണയ്ക്കുമായി മാറ്റിവെച്ചു. ഏതായാലും ഈ ഒരു വാർത്ത ONGCയെ സംബന്ധിച്ചും ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയെ സംബന്ധിച്ചും റിലയൻസ് ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ടുബ്രോ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഡീപ്പ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഏതായാലും ഒരു ഹൈ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ONGC, ഓയിൽ ഇന്ത്യ, L&T, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾക്കാണ്. പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഇതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ കമ്പനികളുടെ പേരിവിടെ പറഞ്ഞു പോയത്. അടുത്തതായി TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. ജൂലൈ 2026 ഇന്ത്യയിലെ ഇലക്ട്രോണിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന 77%
വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആകെ 1,91,614 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു. ജൂണിൽ റെക്കോർഡ് വിൽപ്പനയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1,94,966 യൂണിറ്റുകൾക്ക് തൊട്ടു പിന്നിലാണിത്. ഇതിൽ തന്നെ നമ്മൾ പറയുന്നത് പോലെ TVS മോട്ടോഴ്സ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നല്ല നേട്ടമാണ് ഓഹരി വിപണിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് വിൽപ്പന ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 52,035 യൂണിറ്റുകളാണ്. വിൽപ്പന വിഹിതം 27%. 121% വർധനമാണ് ഇപ്പോൾ കഴിഞ്ഞ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഇനി ആദ്യമായി 50,000 യൂണിറ്റ് പിന്നിട്ടു എന്ന ഒരു പ്രത്യേകത കൂടി TVS മോട്ടോഴ്സിനുണ്ട്. ഉൽപ്പാദന ശേഷി 40,000-ൽ നിന്ന് 50,000+ യൂണിറ്റുകളായി വർദ്ധിപ്പിക്കുന്നു. ബജാജ് ഓട്ടോ എന്ന കമ്പനിയെ സംബന്ധിച്ച് വിൽപ്പനയിൽ വലിയ വർധനവ് തന്നെയാണ്. 43,137 യൂണിറ്റുകളാണ് വിറ്റത്. 110% വർധനവുണ്ടായി. വിപണി വിഹിതത്തിൽ 23% വർധനവും 23%മായിട്ടാണ് വിപണി വിഹിതമുള്ളത്. പുതിയ ചേതക് മോഡലുകളും വിപണിയിലെ ഡീലർ ശൃംഖലയും വളർച്ചയ്ക്ക് കരുത്തായി. അടുത്തത് ഏത്തർ എനർജി എന്ന കമ്പനിയാണ്. വിൽപ്പന ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന 28,540 യൂണിറ്റുകളാണ്. വിൽപ്പന വിഹിതമായിട്ട് 15%മാണുള്ളത്. അടുത്തത് ഹീറോ മോട്ടോകോർപ്പ് അഥവാ ഹീറോ മോട്ടോകോർപ്പിൻ്റെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള വീഡ എന്ന കമ്പനി. വിൽപ്പനയായിട്ട് പുറത്തു വന്നിരിക്കുന്ന 20,913 യൂണിറ്റുകളാണ്. ഏകദേശം ഇരട്ടിയിലധികം വളർച്ചയാണ് ഹീറോ മോട്ടോകോർപ്പിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഓല ഇലക്ട്രിക്കിൻ്റെ കാര്യമാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. വിൽപ്പനയായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 13,085 യൂണിറ്റുകളാണ്. 29% ഇടിവാണ് ഇപ്പോൾ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. വിപണി വിഹിതത്തിൽ 17%-ൽ നിന്ന് 7%മായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അപ്ഡേറ്റ് ബജാജ്, ഏത്തർ, ഹീറോ മോട്ടോകോർപ്പ് കൂടാതെ പ്രത്യേകമായിട്ട് TVS മോട്ടോഴ്സിനും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയുമാണ്. ഇപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വിപണി നല്ല ഒരു അപ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ചാനലിനെ കുറിച്ച് അറിയുന്നതിനും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് തൊട്ടു മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തായി പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക് ആദ്യം മാരുതി സുസുക്കി എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. പ്രോഫിറ്റിൽ 10.8% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 3,352.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 35.9% വർധനവ് വന്നിരിക്കുന്നു. 52,455.7 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റും റവന്യൂവും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്നതായിരുന്നു. അടുത്തത് ITC എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 27.1% ഇടിവാണ് വന്നിരിക്കുന്നത്. 3,578.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരികയാണെങ്കിൽ 14.4% ഇടിവാണ് വന്നിരിക്കുന്നത്. ITCയെ സംബന്ധിച്ചും എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ഒരു മോശം റിസൾട്ട് തന്നെയായിരുന്നു എന്ന് പറയാം. മറ്റൊരു കമ്പനി ഡിവിസ് ലാബാണ്. പ്രോഫിറ്റിൽ 65.5% ഇടിവാണ് വന്നിരിക്കുന്നത്. 902 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 27.8% വർധനവ് വന്നു. 3,080 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ABB ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 3% വർധനവ് വന്നു. 362.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 21% വർധനവാണ്. 3,558.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് നാഷണൽ അലുമിനിയം കമ്പനിയാണ്. നാൽക്കോ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 90.9% വർധനവാണ് വന്നിരിക്കുന്നത്. 2,003.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 39.3% വർധനവ്. 5,302.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ക്രൂഡ് ഓയിൽ വില വർധനവ് കൊണ്ട് തന്നെ ഈ ക്വാർട്ടറിൽ ഓയിൽ കമ്പനികളൊക്കെ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ടാകും. അത്തരത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ലോസായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2,661.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് 5,688.6 കോടി രൂപയായിരുന്നു. റവന്യൂവിൽ 36% വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗ്ലെൻമാർക്ക് ഫാർമ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 10 മടങ്ങിൻ്റെ വർധനമാണ്. കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കമ്പനിയുമാണ്. 482.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.1% വർധനവ്. 4,018.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് കോൺകോഡ് ബയോടെക് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 32.8% വർധനവ്.
58.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 26.2% വർധനവ്, 257.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.